സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അതായത് ഇഫിനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, എൽസ് ഇഫ് ലാഡർ, ഇങ്ങനെ 4 ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ ഇഫ്. സിമ്പിൾ ഇഫിന്റെ സിന്റാക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത്, അത് കഴിഞ്ഞ് സെമികോളൻ ഇല്ല. സെമികോളൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സെമികോളൻ ഇല്ലാത്ത ഇഫ്. ഇഫ് കഴിഞ്ഞിട്ട് ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് എത്ര ലൈൻസ് വേണേലും ആ ബ്ലോക്കിനകത്ത് എഴുതാം. 3ാമത്തെ ലൈൻ വരുമ്പം ആ കണ്ടീഷൻ നോക്കുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് തൊട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരെ എഴുതിയിരിക്കുന്ന അത്രയും ലൈൻസ് വർക്ക് ചെയ്യും. ഇനി 3ാമത്തെ ലൈൻ തെറ്റാണെങ്കിൽ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് തൊട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരെയുള്ള അത്രയും ലൈൻസ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 7ാമത്തെ ലൈനിലേക്കോ 10ാമത്തെ ലൈനിലേക്കോ പോയിക്കൂടെ? ഇതാണ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഒരു കണ്ടീഷൻ നോക്കിയിട്ട് കണ്ടീഷൻ അനുസരിച്ച് കൺട്രോളിനെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. അതിൽ ആദ്യത്താണ് ഇഫ്, സിമ്പിൾ ഇഫ്. സിമ്പിൾ ഇഫിന്റെ സെമികോളൻ ഇല്ല. സെമികോളൻ ഇല്ലാത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത്. ക്ലിയർ ആണോ? നമുക്കൊരു പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാം ഇതാണ്. പ്രോഗ്രാം ടു ചെക്ക് ഗിവൺ നമ്പർ ഈസ് പോസിറ്റീവ്. പ്രശ്നം മനസ്സിലായോ? നമ്മൾ കൊടുത്ത നമ്പർ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ക്ലിയർ ആണോ? നമ്മളൊരു നമ്പർ കൊടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു, അത് പോസിറ്റീവ് ആണോ നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്തൊക്കെ വേണം? ഡോക്യുമെന്റേഷൻ സെക്ഷൻ ഞാൻ എഴുതി. അടുത്ത ലിങ്കേജ് സെക്ഷൻ #include stdio.h void main ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം ഇല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു വേരിയബിൾ ഞാൻ വെച്ചു, ഇന്റ് എ. വേരിയബിൾ എൻ്റർ ചെയ്യണം. അതിനൊരു മെസ്സേജ് കൊടുക്കണം, പ്രിന്റ് ഓഫ് എൻ്റർ എ നമ്പർ. ഒരു മെസ്സേജ്, എൻ്റർ എ നമ്പർ. നമ്പർ റീഡ് ചെയ്യാൻ സ്കാൻ ഓഫ് %d ആൻഡ് എ റീഡ് ചെയ്തു. ഇത്രയും വരെ നമ്മൾ നേരത്തെ ചെയ്തതാ അല്ലേ? ഈ നമ്പർ പോസിറ്റീവ് ആണോ എന്നാ ചെക്ക് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് ഇഫ് എഴുതാമല്ലോ. അതല്ലേ ഇഫ് അല്ലേ എഴുതുന്നത്? ഗ്രേറ്റർ ദാൻ 0. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഗ്രേറ്റർ ദാൻ 0, എ 0 വലുതാണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് ഓഫ് നമ്പർ ഈസ് പോസിറ്റീവ്. ഇത്രയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഓക്കെ അല്ലേ? ഇത് റൺ ചെയ്യുന്നു. എന്റെ നമ്പർ ചോദിച്ചു. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് 4 ആണ്. 4 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? നമ്പർ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റൺ ചെയ്യുന്നു. ഒന്നുകൂടെ റൺ ചെയ്യുമ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന -5 ആണ്. കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ? -5 ഗ്രേറ്റർ ദാൻ 0 ആണോ? ഫോൾസ് ആണ്. അന്നേരം എന്ത് ചെയ്യും? ഈ 10ാമത്തെ ലൈനിലേക്ക് വരത്തില്ല, ഒറ്റയടിക്ക് 12ാമത്തെ ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഒന്നുമില്ല. കണ്ടോ? ക്ലിയർ ആയോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഡിസിഷൻ എടുത്തിട്ട് അതനുസരിച്ച് കൺട്രോളിനെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആണോ?